കുരങ്ങനുണ്ണി അത് കണ്ടോ? അങ്ങ് ദൂരെ മാമരച്ചില്ലകളിൽ മിന്നാമിനുങ്ങുകൾ മിന്നിത്തിളങ്ങുന്നത്. ഹായ്, എന്തൊരു ഭംഗി! ശരിക്കും മാനത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്നതുപോലെയുണ്ട്. ശരിക്കും പകലിനേക്കാൾ ഭംഗി കൂടുതൽ രാത്രിക്കാണ്. അങ്ങനെ പറയണ്ട, പകലിനും ഭംഗിയുണ്ട്, രാത്രിക്കും ഭംഗിയുണ്ട്. അതെന്താണ് ആ കുട്ടി കരയുന്നത്? രാത്രിയിൽ വല്ല കുസൃതികളും ഒപ്പിച്ചതിന് അമ്മ നല്ല തല്ലുകൊടുത്തു കാണും. ഹേ, തല്ല് കിട്ടുമ്പോൾ കുട്ടികൾ ഇങ്ങനെയല്ല കരയുന്നത്. എന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും. അതാണ് ആ കുട്ടി ഇങ്ങനെ കരയുന്നത്. മൂങ്ങമ്മാവാ, അതെന്താ അവിടെ? ആ വഴിയിലൂടെ എന്തോ നടന്നു വരുന്നത് പോലെ. മൂങ്ങമ്മാവാ, അതെന്താ അവിടെ? ആ വഴിയിലൂടെ എന്തോ നടന്നു വരുന്നത് പോലെ. എവിടെ? അവിടെ, ആ വഴിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അമ്പടാ, അതൊരു കുറുനരിയാണല്ലോ. കുറുനരിയോ? ഓ, എനിക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. രാത്രി ഞങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നത് കൊണ്ട് ആ കുറുനരിയെ എനിക്ക് നല്ല വ്യക്തമായി കാണാം. അതൊരു കുറുനരി തന്നെ. ഈ രാത്രിയിൽ പമ്മിപ്പമ്മേ അവൻ എങ്ങോട്ടാണാവോ? ആ കുറുനരി എന്തിനാ രാത്രി നാട്ടിലിറങ്ങിയത്? ഇര തേടി ഇറങ്ങിയതായിരിക്കും. കാട്ടിൽ ഇപ്പോ പഴയതുപോലെ തീറ്റ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പൊ നാട്ടിലാണോ തീറ്റയുള്ളത്? നാട്ടിലും കാട്ടിലുമെല്ലാം ഇപ്പോ ഭക്ഷണത്തിന് ക്ഷാമം തന്നെയാണ്. ഓ, നടന്നു നടന്നു മടുത്തു. പിടിച്ചു തിന്നാൻ ഇവിടെ ഒരു കോഴിക്കുഞ്ഞു പോലുമില്ല. ഓ, നടന്നു നടന്നു മടുത്തു. പിടിച്ചു തിന്നാൻ ഇവിടെ ഒരു കോഴിക്കുഞ്ഞു പോലുമില്ല. അതാരാണ് വരുന്നത്? കാട്ടിലുള്ളവർക്ക് എന്താണ് നാട്ടിൽ കാര്യം? എത്രയും വേഗം സ്ഥലം വിട്ടോ, അതാണ് നിനക്ക് നല്ലത്. അത് പറയാൻ നീ ആരാണ്? നാട്ടുരാജാവോ? എനിക്കാരെയും പേടിയില്ല. കാട്ടിലും നാട്ടിലും ഞാൻ ഇര പിടിക്കും. നാട്ടുനായക്കളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നാട്ടുനായ്ക്കളോ? ആരാണവർ? നാട്ടിൽ മനുഷ്യർ വളർത്തുന്ന നായ്ക്കൾ. അവരെങ്ങാനും നിന്നെ കണ്ടാൽ കടിച്ച് കീറും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ. കാട്ടിൽ കടുവകളുടെ ഇടയിൽ കഴിയുന്ന എന്നെയാണോ നീ പറഞ്ഞു പേടിപ്പിക്കുന്നത്? വെറുതെ എന്നെ ശല്യം ചെയ്യാതെ നീ പോടാ കുരങ്ങ. ഇവിടുന്ന് എപ്പ പോണം, എങ്ങനെ പോണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വെറുതെ എന്നെ ശല്യം ചെയ്യാതെ നീ പോടാ കുരങ്ങ. ഇവിടുന്ന് എപ്പ പോണം, എങ്ങനെ പോണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. വിഡ്ഢികളെ ഉപദേശിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. മാന്യന്മാരെ ഉപദേശിക്കാൻ നോക്കാതെ വീട്ടിൽ പോടാ കുരങ്ങ. മോനെ കരയില്ലേ? മിഠായി അമ്മ നാളെ രാവിലെ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ മുട്ടായി വേണം. ഈ രാത്രിയിൽ ഞാൻ എവിടെ ചെന്ന് മിഠായി വാങ്ങാനാണ്? മോനെ, മിഠായി അമ്മ രാവിലെ വാങ്ങിത്തരാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ മുട്ടായി വേണം. മിണ്ടരുത്. ഇനി നീ മിഠായി എന്ന് പറഞ്ഞ് കരഞ്ഞ നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. അയ്യോ, കുറുനരിയോ? മിണ്ടരുത്. ഇനി നീ മിഠായി എന്ന് പറഞ്ഞ് കരഞ്ഞ നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. അയ്യോ, കുറുനരിയോ? അതെ, കുറുനരി. വിശന്നു വലഞ്ഞ കുറുനരികൾ രാത്രി ഇരതേടി നാട്ടിലിറങ്ങും. കുട്ടികളെ തിന്നാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇനി മിഠായി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞ ഉറപ്പായി നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. എന്റെ ഒരു ഭാഗ്യം നോക്കണേ. കുറച്ചു നേരം കൂടി ഇവിടെ കാത്തു നിന്ന ആ ചെറുക്കനെ എനിക്ക് എറിഞ്ഞു തരും. അപ്പോ തന്നെ കടിച്ചെടുത്തോണ്ട് കാട്ടിലേക്ക് കുതിക്കണം. എന്റെ പൊന്നമ്മച്ചി, താമസിപ്പിക്കാതെ ആ ചെറുക്കനെ ഒന്ന് വേഗം ഇങ്ങോട്ട് എറിഞ്ഞു തായോ. ആ കുറുനരി ഇതുവരെ അവിടെ ഒന്ന് പോയിട്ടില്ലല്ലോ. മര്യാദക്ക് കാട്ടിലേക്ക് പോവാൻ പറഞ്ഞതാണ്. അപ്പോ വലിയ അഹങ്കാരം. അവൻ അവിടെ തന്നെ നിക്കട്ടെ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് നമുക്കെവിടെ ഇരുന്ന് കാണാം. മര്യാദക്ക് കാട്ടിലേക്ക് പോവാൻ പറഞ്ഞതാണ്. അപ്പോ വലിയ അഹങ്കാരം. അവൻ അവിടെ തന്നെ നിക്കട്ടെ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് നമുക്കെവിടെ ഇരുന്ന് കാണാം.
ഓ, നിന്ന് മടുത്തു. നേരം വെളുക്കാറായി. ആ ചെക്കന് മിഠായി വേണ്ടേ? കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയെന്ന് നോക്കട്ടെ. പാവം കരഞ്ഞു കരഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ കട തുറക്കുമ്പോൾ തന്നെ മിഠായി വാങ്ങി കൊടുക്കണം. എനിക്ക് എറിഞ്ഞു തരൂന്ന് പറഞ്ഞിട്ട് അമ്മച്ചി തീരുമാനം മാറ്റിയോ? അയ്യോ, കുറുനരി! എല്ലാവരും വേഗം എഴുന്നേറ്റേ, നമ്മുടെ വീട്ടിലെ ചെന്നായ വന്നേ. അയ്യോ, എന്റെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ്. കിട്ടേണ്ടത് കിട്ടി.